ബംഗാളിലെ അപൂർവമായ ഒരു വിചിത്ര പ്രതിഭാസമാണ് അലയ ലൈറ്റ്സ്. ബംഗാളിലെ ചതുപ്പു നിലങ്ങളിലാണ് ഈ പ്രകാശം കാണപ്പെടുന്നത്. പ്രകൃതിപരമായ ഒട്ടേറെ വൈവിധ്യങ്ങളും പ്രതിഭാസങ്ങളുമുള്ള സംസ്ഥാനമാണിത്. അലയ ലൈറ്റ്സ് പിന്തുടർന്നു പോയ കുറേയേറെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടങ്ങളും മരണങ്ങളുമൊക്കെ പറ്റിയിട്ടുള്ളതിനാൽ വളരെ ദുരൂഹതയോടെയാണ് ഈ പ്രകാശത്തെ പലപ്പോഴും നോക്കിക്കാണുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഈ പ്രകാശത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച ദുരൂഹ കഥകളുണ്ട്. ചതുപ്പിൽ ജീവൻ നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ ആത്മാവാണ് ഈ പ്രകാശമായി വരുന്നതെന്നാണ് അവരുടെ വിശ്വാസം. പ്രത്യേകിച്ച് കാരണങ്ങൾ തോന്നാതെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശത്തെ പ്രേതപ്രകാശങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇതിൽപ്പെട്ടതാണ് അലയ. ചതുപ്പിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വാതകങ്ങൾ മൂലമാണ് ഇത്തരം പ്രകാശം സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രീയമായി പറയപ്പെടുന്നത്. അലയ മാത്രമല്ല പ്രേതപ്രകാശങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ കാണപ്പെടുന്ന ഒരു പ്രേതപ്രകാശം അറിയപ്പെടുന്നത് ചിർബട്ടി എന്ന പേരിലാണ്. റേൻ ഓഫ് കച്ചിന് സമീപത്തുള്ള ബന്നി ഗ്രാൻഡ്ലാൻഡ് റിസർവിലാണ് ഇവ കാണപ്പെടുന്നത്. യുഎസിലെ ബ്ലൂ റിഡ്ജ് പാർക്ക്വേയിൽ കാണപ്പെടുന്ന ബ്രൗൺ മൗണ്ടർ ലൈറ്റ്, വെർജീനിയയിൽ പ്രത്യക്ഷപ്പെടുന്ന കോഹോക്കി ലൈറ്റ്, നോർവേയിൽ ഇടയ്ക്കിടെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഹെസ്ഡാരൽ ലൈറ്റ്സ് തുടങ്ങിയവയെല്ലാം പ്രേതപ്രകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ബംഗാളിലെ പ്രേതപ്രകാശം വിൽ ഓ ദി വസ്പ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇംഗ്ലീഷ് കെട്ടുകഥകളിലും മറ്റും ജാക്കോ ലാന്റേൺ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. റാന്തൽ വിളക്കുകളുടെ നാളം പോലെ അനുഭവപ്പെട്ട് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അപകടത്തിലേക്ക് നയിക്കുന്ന പ്രകാശമായിട്ടാണ് ഇവ ഇംഗ്ലീഷ് മിത്തുകളിൽ അവതരിക്കപ്പെടുന്നത്.